ഹലോ ഗൈസ്, എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട പരമ്പരയായ പത്തരമാറ്റിൽ വരും ആഴ്ചകളിൽ ആവേശകരമായ സംഭവങ്ങളാണ് അരങ്ങേറാൻ പോകുന്നത്. ആദർശിന്റെയും നയനയുടെയും ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകാൻ പോകുന്ന ആ കഥയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. വരാനിരിക്കുന്ന ആഴ്ചകളിൽ നവ്യ എല്ലാ സത്യങ്ങളും തിരിച്ചറിയുകയാണ്. എ.ടി.എം ജ്വല്ലറിയുടെ മാനേജർ ഡേവിഡ് നവ്യയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയായിരുന്നു. ചന്തുമോൾ അഭിയുടെ കുഞ്ഞല്ലെന്ന് നവ്യയോട് പറഞ്ഞ് അവളെ നയനയ്ക്കെതിരെ തിരിച്ചുവിട്ടത് ഡേവിഡായിരുന്നു. എന്നാൽ ഒടുവിൽ നവ്യ ആ വലിയ സത്യത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇതിനിടയിൽ നയനയെ കുടുക്കാൻ എ.എം ജ്വല്ലറിക്കാർ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. അവിടെ നയനയുടെ രക്ഷകയായി എത്തുന്നത് മറ്റാരുമല്ല, നവ്യ തന്നെയാണ്. ഇതിനിടയിൽ അഭി എ.എം ജ്വല്ലറിയിൽ ജോലിക്ക് കയറുന്നത് നവ്യയ്ക്കും ജനതയ്ക്കും വലിയ സന്തോഷം നൽകുന്നു. മൂർത്തി ജ്വല്ലറി തകർന്നു തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ജോലി കിട്ടിയത് വലിയ ആശ്വാസമാകുമെന്ന് അഭിയും കരുതുന്നു. എന്നാൽ ഈ സന്തോഷം അധികം നീണ്ടുനിൽക്കുന്നില്ല. ജോലിക്ക് കയറി കുറച്ചു ദിവസങ്ങൾക്കകം നവ്യയ്ക്ക് ചില കാര്യങ്ങളിൽ സംശയം തോന്നിത്തുടങ്ങുന്നു. ഒരു ദിവസം അഭിയുടെ ക്യാബിന് മുന്നിലെത്തിയ നവ്യ കേൾക്കുന്നത് മാനേജർ ഡേവിഡിന്റെ വാക്കുകളാണ്. "ഞാനാണ് അഭി അന്ന് നിന്നെ രക്ഷിച്ചത്. ചന്തുമോൾ നിന്റെ കുഞ്ഞല്ലെന്ന് നവ്യയോട് പറഞ്ഞതും ഞാനാണ്" എന്ന് മാനേജർ പറയുന്നത് കേട്ട് നവ്യ ഞെട്ടിപ്പോകുന്നു. ഒരുപക്ഷേ അനാമികയ്ക്ക് സംസാരശേഷി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സത്യങ്ങളെല്ലാം അവൾ നേരത്തെ വിളിച്ചു പറഞ്ഞേനെ എന്ന് നവ്യയ്ക്ക് തോന്നുന്നു. ഇതിനെയെല്ലാം നേരിടാൻ ആദർശും മുത്തശ്ശനും ചേർന്ന് പുതിയൊരു പദ്ധതി തയ്യാറാക്കുക. പത്തരമാറ്റിലെ ഈ ആവേശകരമായ നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം. നന്ദി.